അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എൻ്റെ ഉമ്മാന്റെ റെസിപ്പിയാണിത് ചിക്കൻ ഫ്രൈ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നല്ല രുചിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു 250 ഗ്രാം ചിക്കൻ നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുമ്പോൾ ചേരുവകൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് 1.5 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇതാണ് ചിക്കൻ ഫ്രൈയുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയാണ് ഇതെല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എത്രത്തോളം ടൈം വെക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റും സൂപ്പർ ആയിരിക്കും ഇനി ഇതിലേക്ക് ഏകദേശം 1.5 ടീസ്പൂൺ വിനെഗർ അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ 1.5 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇനി ചിക്കൻ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വേവാതെ പുറം മാത്രം വേഗം ഫ്രൈ ആയി വരും സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ചിക്കൻ ഫ്രൈ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ചെയ്ത് വെച്ചാൽ പലപ്പോഴും ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേക്ക് പാത്രം കാലിയായിരിക്കും മക്കളെല്ലാം തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത് നമ്മളെ ടേസ്റ്റി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം താങ്ക് യു